ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS ചാനൽ. അപ്പോൾ നമ്മൾ USS ചാനലിൽ നമ്മൾ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടുവേർഡ്സ് എ 100-fold ഈൽഡ് അഥവാ വിളയിക്കാം 100 മേനി. നമുക്ക് ഒരുപാട് ഈൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണെന്ത് അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എക്സ് ആൻഡ് വൈൻ്റെ USS കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. USS കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ടൈംലി അപ്ഡേറ്റ്സ്, അതേപോലെ തന്നെ ഡെയിലി ക്യൂസുകൾ, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മൾ ലൈവ്, അതേപോലെ തന്നെ മെൻറ്റികൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി നടത്തുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു USS കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, പക്ഷേ നിങ്ങൾ ഈ USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ എക്സ് ആൻഡ് വൈൻ്റെ USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. USS കമ്മ്യൂണിറ്റിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് വീഡിയോ കാണാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം, തുടർന്നുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രാവശ്യത്തെ USS എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് നേടാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഘട്ടത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ പറയുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് റീപ്രൊഡക്ഷൻ, എന്തിനാണ് പ്രത്യുൽപാദനം നടക്കേണ്ട ആവശ്യകത, എന്താണ് പ്രത്യുൽപാദനം. അതായത് ഒരു ചെടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ, അതിന്ന് പുതിയ തലമുറ ഉണ്ടാവണം അല്ലേ, അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുഡ്, അതായത് ഒരു ചെടി നശിച്ചു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാവാണ്ടേക്കോ, ഇല്ല അല്ലേ, നമുക്ക് ഒരുപാട് പുതിയ ചെടികൾ ഉണ്ടാവും. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, ആ പുതിയ ചെടികൾ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് വേറൊന്നിനെ ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ, യെസ്. അതിൽ തന്നെ 2 തരങ്ങളുണ്ട്. നമ്മൾ ചെടീൻ്റെ കേസിലാണ് പറയുന്നത്. ചെടീൻ്റെ കേസിൽ അല്ലെങ്കിൽ നമ്മൾ സസ്യങ്ങൾ, പ്ലാന്റ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം. ഇതിലെന്താണ്, 2 പാരൻസ് അല്ലെങ്കിൽ 2 പാരൻസ് എന്താണ് ഇൻവോൾവ് ആണ്. അതായത് അച്ഛനും അമ്മയും, നമുക്ക് അച്ഛനും അമ്മയും ഉള്ള പോലെ തന്നെ എന്താണ് ചെടികൾക്കും മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും 2 പാരൻറ്റ് ഇൻവോൾവ് ആയിട്ട് ഒരു സീഡ് ഫോം ചെയ്തിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി സീഡൊന്നും ഫോം ചെയ്യാണ്ട് ഒരു പ്ലാന്റിൽ നിന്ന് പുതിയതായിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, അതിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം അല്ലേ. അതിലെന്താണ്, സീഡ്സ് ആർ ഫോം ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്തുകൾ ഉണ്ടായിട്ടാണ് എന്ത് ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്. അതായത് ലൈംഗിക പ്രത്യുൽപാദനത്തിന് ശേഷം എന്തുണ്ടാവും, 2 പാരൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു വിത്ത് ഉണ്ടാവും. ആ വിത്തിൽ നിന്നാണ് എന്ത് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പുതിയ സസ്യം ഉണ്ടാവുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പാർട്ടിലേക്ക് പോവാം. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനം എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രോം വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണെന്ത് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് ഇലകൾ അതേപോലെ തന്നെ സ്റ്റെമ്മും ഇതൊക്കെ എന്താണ് പുതിയതായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് മാറുക. ഇതാണെന്ത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എന്താണ് ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഇത് ഒരു അലൈംഗിക പ്രത്യുൽപാദനത്തിന് എന്താണ് ഉദാഹരണമാണ്. ദിസ് ഈസ് എ എക്സാമ്പിൾ അല്ലെങ്കിൽ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിലെന്താണ്, ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുള്ളത്. ഇനി നമുക്ക് വേറൊരാൾ കൂടി പറയാനുണ്ട്, അതാണെന്ത് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് ഇതിൽ അലൈംഗിക അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാൾ, മെയിനായിട്ടുള്ള ആളാണെന്ത് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതാണെന്ത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ തണ്ട്, ഇല, വേര് ഇതിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ് ഉണ്ടായിട്ട് മാറുക. അതായത് ഒരു പാരൻറ്റിൽ നിന്ന് തന്നെ പുതിയ സാപ്ലിങ്സ് അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ടുള്ള നോക്കാം. ഇത് മാത്രം നടന്നാൽ മതിയോ, ഇല്ല അല്ലേ. നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലി നമുക്ക് ഒരു ചെടീനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ആർട്ടിഫിഷ്യലി വേറെ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കൃത്രിമ കായിക പ്രജനനം എന്ന് പറയും, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഉണ്ടാക്കും. അതിൽ 3 ആൾക്കാരാണ് ആരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെയറിങ് അഥവാ പതിവയ്ക്കൽ,
അതേപോലെ തന്നെ നമ്മളെ ഗ്രാഫ്റ്റിംഗ്, കമ്പൊട്ടിക്കൽ, ബഡ്ഡിങ്, മുകുളമൊട്ടിക്കൽ, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. എന്തൊക്കെയാണ് ലെയറിങ്, എന്താണ് ഗ്രാഫ്റ്റിംഗ്, എന്താണ് ബഡ്ഡിങ്, എന്താണ് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അല്ലേ, ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും വേറെ വേറെ ആയിട്ട് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് എന്ത് ബഡ്ഡിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് മൂന്ന് തരത്തിലായിരിക്കും തന്നിട്ടുണ്ടാവും. ഓക്കെ, യെസ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ലെയറിങ് നോക്കാം അല്ലേ. എന്താണ് പതിവെക്കൽ, എന്തിനാണ് പതിവെക്കുന്നത്, പതിവെക്കൽ എന്താണ്? ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് producing plantlets by cutting and planting the stem of a mother plant after germinating roots from it. അതായത് ഒരു പ്ലാന്റിൽ റൂട്ട്സ് ക്രിയേറ്റ് ആവുക, അല്ലെങ്കിൽ റൂട്ട്സ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ റൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ റൂട്ട് ഉണ്ടായ സ്ഥലം അല്ലെങ്കിൽ റൂട്ട് ഉണ്ടായ ആ പാർട്ടിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, നമ്മൾ ലെയറിംഗ് എന്ന് പറയാം. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത് പതിവെക്കൽ എന്ന് പറയുന്നത്. പതിവെക്കലിൽ തന്നെ 2 തരം പതിവെക്കലുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എയർ ലെയറിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മളെന്താണ് വായുവിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, പതിവെക്കൽ ഈ ഒരു പ്രോസസ്സ് നടത്തും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഈ എയറിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റെമ്മിൻ്റെ മുകളിൽ എന്തുണ്ടാവും, വേരുണ്ടാവും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ചേരി യൂസ് ചെയ്യും, ചകിരി യൂസ് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ ചാണകം അല്ലെങ്കിൽ കൗഡങ് യൂസ് ചെയ്യും, കൊയർ യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക. വാട്ടർ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിങ് ചെയ്യും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ ഡെയിലി നമ്മൾ വാട്ടറിങ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യും, നമ്മൾ തുറന്ന് എന്ത് ചെയ്യും, അതിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെയറിങ് എന്താണ്, മണ്ണിൽ പതിവെക്കൽ. അതായത് നമ്മൾ മണ്ണിൻ്റെ ഉള്ളിലേക്ക് എന്താണ് ഒരു സ്റ്റെമ്മിനെ ഇറക്കി വിടാണ്. എന്നിട്ട് എന്ത് ചെയ്യും, മണ്ണിൽ ആയിക്കഴിഞ്ഞാൽ സ്റ്റെം എന്ത് ചെയ്യും, അവിടെ റൂട്ട് ഗ്രോ ചെയ്യും. ആ റൂട്ട് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റും. അതിനാണ് മണ്ണിൽ പതിവെക്കൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് പതിവെക്കലാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം നമ്മളെ USSന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ടുള്ളൊരു മെത്തേഡാണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് എന്ത് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. കമ്പൊട്ടിക്കൽ എന്താ നോക്കല. കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ്. അതായത് ഒരു റൂട്ടിലെ പ്ലാന്റിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയിലെ പ്ലാന്റിനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പ്ലാന്റ് ആക്കിയിട്ട് മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി നോക്കാം, പ്ലാന്റ് that has roots selected for the grafting is called root stock. അതായത് റൂട്ടിലെ ആ ഒരു പ്ലാന്റിന് നമ്മൾ എന്ത് വിളിക്കും, റൂട്ട് സ്റ്റോക്ക്. അല്ലെങ്കിൽ താഴെയുള്ള വേരോട് കൂടിയുള്ള ആ പ്ലാന്റിന് നമ്മൾ എന്ത് വിളിക്കും, റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കും. ആൻഡ് ദ സ്റ്റെം ഈസ് ജോയിൻഡ് ടു ഇറ്റ് ഈസ് കോൾഡ് സിയോൺ. അതായത് സയൺ എന്നാണ് എന്ത് വിളിക്കുക, നമ്മൾ ഏറ്റവും മുകളിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നുണ്ടല്ലോ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, ആ ഒരു സ്റ്റെമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സയൺ എന്ന് വിളിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണെന്ത്, കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ നമ്മൾ സയൺ, അതായത് ഒട്ടിക്കുന്ന കമ്പിനെ നമ്മൾ സയൺ എന്നും വേരോട് കൂടിയ ആ ചെടിയെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പിക്ചർ നോക്കി നോക്കാം. പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാ ഇതിന് മുകളിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ സയൺ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ വേരോട് കൂടിയ താഴെയുള്ള ഈ ഭാഗത്തിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക് എന്നും കൂടി വിളിക്കും കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് റൂട്ട് സ്റ്റോക്ക് എന്നാണ്. ആ കാര്യം എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തൊരാളിലേക്ക് പോകാം. എന്താണ് ബഡ്ഡിങ് നോക്കാം അല്ലേ. എന്താണ് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ, അല്ലെങ്കിൽ മുകുളം എന്താണ്, മുകുളം എന്ന് പറഞ്ഞത് ഒരു സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റെം ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഒരു ശാഖ ഉണ്ടായി വരുന്ന ഒരു പാർട്ടിനാണ് നമ്മൾ മുകുളം എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ഡിങ് ഇസ് ദ മെത്തഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ബൈ ജോയിനിങ് ദ ബഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്. അതായത് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിൽ നിന്ന് ഒരു ഇൻഫീരിയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാളിറ്റി കുറഞ്ഞ ഒരു ചെടിയിലേക്ക് എന്താണ്, സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ബഡ് കൊണ്ടുവന്ന് അതെന്ത് ചെയ്യും, ഒട്ടിച്ച് വെക്കും. ഇതെന്താണ്, ഇതും ഒട്ടിക്കൽ തന്നെയാണ്. നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങിൽ കമ്പാണ് ഒട്ടിക്കെങ്കിൽ ഇവിടെ എന്താണ്, ബഡാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്റ്റം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ബഡാണ് ജോയിൻ ചെയ്യുന്നത് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. ഇതൊക്കെ ചെയ്യണം.
ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? ഇത് ഈ രണ്ട് ചെടികൾ എന്താവണം? ഒരേ സെയിം സ്പീഷീസ്, അതായത് മാവാണെങ്കിൽ മാവ് തന്നെ ആയിരിക്കണം നമ്മൾ ബഡും. ഗ്രാഫ്റ്റിങ്ങിലാണെങ്കിലും നമ്മുടെ റൂട്ട് സ്റ്റോക്കും അതേപോലെ തന്നെ നമ്മളെ സയൺ എന്തായിരിക്കണം? സയണും റൂട്ട് സ്റ്റോക്കും സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ മാംഗോ ട്രീ ആണെങ്കിൽ മാംഗോ ട്രീ തന്നെ ആയിരിക്കണം. അല്ലാണ്ട് നമുക്ക് വേറൊരു ചെടീനെ, അതായത് നമുക്ക് ചെമ്പരത്തിൻ്റെ ചെടി എടുത്തിട്ട് നമുക്ക് മാവിൽ ഒട്ടിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ. ഇനി ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. അതായത് നമുക്ക് കൃത്യമായിട്ട് ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു മുകുള വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒട്ടിക്കേണ്ടത്. അല്ലെങ്കിൽ ബഡ് വേണം നമ്മൾ ഒട്ടിക്കേണ്ടത്. ബഡിൽ നിന്നാണ് പുതിയ പുതിയ പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസും അല്ലെങ്കിൽ ശാഖകളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ബഡിങ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും? വരും. ഓക്കെ. യെസ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡിങ് എന്ന് പറയും. ബഡിങ് നമുക്ക് നോക്കാം. ബഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ബഡിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഒരു സ്റ്റെം ഉണ്ടാവും. ആ സ്റ്റെമ്മിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? നമ്മൾ ബ്രാഞ്ച് ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ച് ഉണ്ടായി വരുന്ന ആ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം അല്ലേ? ആ പാർട്ടിനെ നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ച് വെച്ച് ഇന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഈ ഒരു പ്ലാന്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെമ്മുമായിട്ട് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ഇതിൽ തന്നെ വ്യത്യസ്തമായുള്ള ഒരുപാട് ബഡിങ് ടെക്നിക്കുകളുണ്ട്. ടീ ബഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബഡിങ്ങിൽ പുതിയതായുള്ളൊരു പ്ലാന്റിനെ ഒട്ടിച്ച് ചേർത്ത് അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റിൻ്റെ ഒരു പാർട്ടിനെ ഒട്ടിച്ച് ചേർക്കാണ്. ഈ പാർട്ട് എന്തായിട്ട് മാറും? ഈ പാർട്ട് പുതിയതായിട്ടുള്ള ബ്രാഞ്ചായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പ്ലാന്റിൻ്റെ ന്യൂട്രിയൻസ് യൂസ് ചെയ്തിട്ട് ഇതിലെന്ത് ചെയ്യും? പുതിയതായിട്ടുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സ്, പ്ലാന്റ്സിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അത് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ബഡിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെഷനിൽ നമുക്ക് ഒന്നും കൂടി നമ്മൾ പറയാണ്, XNY USS കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഫ്രീ ആയിട്ട് കോച്ചിങ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു QR കോഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഈ ഒരു QR കോഡ് നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈംലി അപ്ഡേറ്റ്സ് ഉണ്ടാവും, ഡെയിലി ക്യൂസുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകളുണ്ടാവും. മോക്ക് ടെസ്റ്റ് ഡെയിലി ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ എക്സാമിനോടനുബന്ധിച്ചുണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി വാട്സപ്പ് ക്യൂസുകളുണ്ട്, ടൈംലി അപ്ഡേറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി നമുക്ക് എപ്പോഴാണ് മെൻറ്റി നടക്കുന്നത്, എപ്പോഴാണ് ലൈവ് നടക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഓക്കെ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ അറിയുന്നവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്ന് പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഓപ്ഷൻ എ പതിവെക്കൽ, 2 കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ, സി മുകുളമൊട്ടിക്കൽ, ഡി വർഗ്ഗസങ്കരണം. വർഗ്ഗസങ്കരണം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ പറഞ്ഞില്ല. നമ്മൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു വീഡിയോയിൽ പറയും. ഇനി നമുക്ക് നോക്കാം. ഇൻ വിച്ച് മെത്തഡ് ഓഫ് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ റൂട്ട് അറൈസ് ഫ്രം സ്റ്റെംസ് ആൻഡ് ഗിവ് റൈസ് ടു എ ന്യൂ പ്ലാന്റ്? ഓപ്ഷൻ എ ലെയറിംഗ്, ഓപ്ഷൻ ബി ഗ്രാഫ്റ്റിംഗ്, ഓപ്ഷൻ സി ബഡ്ഡിംഗ്, ഓപ്ഷൻ ഡി എന്താണ്? ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവരെന്ത് ചെയ്യാം? കൃത്യമായിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ ആൻസർ പറയാം. നമുക്ക് ആരാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പറയുന്നത് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയുന്നവരെ എന്ത് ചെയ്യുക? നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? അതിൻ്റെ ഉത്തരം നൽകുക. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? തുടരെ ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഭാഗമായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ആൾ.